ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പം നല്ല മഴയാണ്. ട്രിവാൻഡ്രം ഒരു 3 ദിവസം കൊണ്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പം മഴ ഒന്ന് കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്, എന്നാലും ചെറുതായിട്ടൊക്കെ വീഴുന്നുണ്ട് മഴ തുള്ളികൾ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഞാൻ ഇതുപോലുള്ള പ്ലാന്റ്സുകൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഓർക്കിഡാണ് കേട്ടോ. ഓർക്കിഡ് കണ്ട മറിഞ്ഞ് വീണ് കിടക്കുന്നത്. ഇനി ഇതിന് പനിയെല്ലാം ഒന്ന് കുറഞ്ഞിട്ട് വേണം ഓർക്കിഡിന് 2-3 പോട്ട് വാങ്ങിയിട്ട് വയ്ക്കാനായിട്ട്. ഈ കളർ ഫ്ലവർ ഓർക്കിഡ് എനിക്ക് പോയി എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇത് വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ചരിഞ്ഞാണ് കിടക്കുന്നത്. കണ്ടോ മറിഞ്ഞാണ് വീണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പനി കുറഞ്ഞിട്ട് വേണം എനിക്ക് 2-3 പോട്ടുകളൊക്കെ വാങ്ങാൻ. ഇത് വൈറ്റാണ്. വൈറ്റൊക്കെ ഫ്ലവർ വരുന്നുണ്ട്. ഞാനൊരു വളം പോലും കൊടുക്കാറില്ല. എന്നിട്ടും അതിൽ വല്ലപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് ഫ്ലവർ കിട്ടുന്നുണ്ട്. പിന്നെ അന്ന് ഞാൻ വെച്ചിരുന്ന ഇതൊക്കെ കലാത്തിയ ആദ്യത്തെ സ്റ്റെപ്പ് വാങ്ങിയതെല്ലാം ഞാൻ പോട്ടിലാണ് വെച്ചത് കേട്ടോ. അതെല്ലാം നല്ല നീറ്റായിട്ട് നിൽപ്പുണ്ട്. ഈ രണ്ടാമത് വാങ്ങിയത് എനിക്ക് അച്ഛന് ഹോസ്പിറ്റലായി കണ്ട. ഇത് കണ്ട ഒരു വൈറ്റ് കയറി വരുന്നുണ്ട് ഇതിൽ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അടുത്ത ലീഫ് വന്നതാണ്, പുതിയ ലീഫാണ്. എല്ലാത്തിലും പുതിയ ലീഫ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ വീട്ടിലെങ്ങാണ്ട വന്ന് കഴിച്ചിട്ടൊക്കെ പോയി. എല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പിൽ വെച്ചതെല്ലാം നല്ല പോട്ടിലുമാണ് വെച്ചത്. നീറ്റായിട്ട് വയ്ക്കുകയും ചെയ്തു. രണ്ടാമത് കിട്ടിയതെല്ലാം കവറിലായിപ്പോയി. അന്ന് പഴുത്ത് പോയി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെതാണ് അത്. പക്ഷെ പിടിക്കുന്നുണ്ട്. പക്ഷേ അതിനി 2-3 പോട്ടുകൾ വാങ്ങണം. പിന്നെ ആ ചെറുതും അടുത്തൊരു ലീഫ് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു കളറും ഉണ്ട്. ഇനി എല്ലാത്തിനും പോട്ട് വാങ്ങണം. ഈ രണ്ടാമത് കിട്ടിയത് തന്നെ എല്ലാം കുറേ അങ്ങ് കവറിലൊക്കെ ആയിപ്പോയി. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെ ഇരുന്ന ആമ്പലെല്ലാം ഞാൻ മുകളിൽ കൊണ്ട് വച്ചതിന് ശേഷമാണ് എനിക്കിപ്പോൾ ആമ്പൽ പൂത്ത് തുടങ്ങിയത്. അപ്പോൾ ഇനി ഒരു 2 പോട്ട് ഇവിടെ കണ്ടായിരിക്കുന്നത് അഴുകി പോകുന്ന കണ്ട ലീഫുകൾ മൊത്തവും. അപ്പോൾ അത് നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഈ പ്ലാന്റ് എല്ലാം എന്തോന്നോ വന്ന് തിന്ന് നശിപ്പിച്ച് പോകണം. പുഴുവായിരിക്കാം മിക്കവാറും കേട്ടോ. പുഴുവാകാനാണ് ചാൻസ് എന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ മഴയും കൂടെ കൂടുതലായത് കാരണം എന്തെന്ന് നോക്കാൻ പോലും നമുക്ക് തോന്നത്തില്ല. പനിയും പിടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ കുഴപ്പമില്ല, ഇങ്ങനെ ഇപ്പോൾ ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് പോട്ട് വാങ്ങിയാൽ അടുത്തതെല്ലാം വയ്ക്കാൻ പറ്റുള്ളൂ. ഉള്ള പോട്ടിലെല്ലാം നമ്മൾ ഈ ബാൾസം വെച്ചു. പിന്നെ കുറേ എണ്ണത്തിൽ നമ്മൾ ബോഗൺവില്ല കുത്തി വെച്ചിട്ടുണ്ട്. പിടിക്കുന്നതിന് നമുക്ക് സെയിൽ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വച്ചേക്കുന്നതാണ്. കണ്ടോ, ഇതിലെല്ലാം എന്തോ വന്ന് തിന്നിട്ട് പോകുന്നുണ്ട്. അത് എന്താണെന്നറിയില്ല. നീക്കി വെച്ച് നോക്കാം. എല്ലാം വന്ന് തിന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇനി പനി കുറഞ്ഞിട്ട് കുറച്ചുകൂടെ പോട്ടുകൾ വാങ്ങി വയ്ക്കാനുണ്ട്. അപ്പം ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ബാൽസം കണ്ട അന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒത്തിരി ബ്രാഞ്ചസ് വന്നു കേട്ടോ. 2-3 പോട്ടിലേ ഉള്ളൂ കണ്ട. ഇഷ്ടംപോലെ ബ്രാഞ്ചസും അതുപോലെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ബ്രാഞ്ചസാണ് എല്ലാം വന്നത്. നല്ല പുഷ്ടിയുണ്ട് കാണാൻ തന്നെയും. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഒത്തിരി പോട്ടുകളിൽ വെച്ചാൽ തന്നെയും നല്ല ഭംഗിയായിട്ട് നിൽക്കും കണ്ടോ. അങ്ങനെ ഇപ്പോൾ പല കളറാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ എല്ലാം എനിക്ക് വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കണ്ടോ ഇങ്ങനെയൊക്കെ വാരി പിറക്കി വെച്ചേക്കുകയാണ് എല്ലാം. ഒന്നിനും ഒരു സ്ഥലമില്ല. അതുപോലെ അടുത്തൊരു ദിവസം വാങ്ങിയതാണ് ഈ കലാത്തിയൊക്കെ. അപ്പോഴും കുറച്ചൊക്കെ പോട്ടുകളുണ്ടായിരുന്നു കേട്ടോ. 1-2-3 മാത്രമേ നമുക്ക് ഇതായിട്ട് വയ്ക്കാൻ പറ്റിയുള്ളൂ. കവറിലൊക്കെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ കണ്ട ഇതൊന്നും എല്ലാം തന്നെ പുതിയ ബ്രാഞ്ചസൊക്കെ വന്ന് തുടങ്ങി എല്ലാത്തിലും. ഞാൻ അപ്പോഴും എനിക്ക് പോട്ടുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 1-2 മാത്രമേ ഇതാ കവറുകളിൽ വെച്ചിട്ടുള്ളൂ. പക്ഷെ അത് നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. എല്ലാ കലാത്തിയും പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഏത് പ്ലാന്റാണെന്ന് അറിയില്ല കേട്ടോ. ഈ ഒരു ലീഫ് വരുന്നത്. പിന്നെ ഇത് എനിക്കുണ്ടായിരുന്നത് തന്നെയാണ്. അതും മാറ്റി വച്ചിരുന്നെങ്കിൽ ഒരുപാട് തൈകളുണ്ടായിരുന്നു കേട്ടോ. 4-5 നിപ്പുണ്ട്. മാറ്റി വെച്ചെങ്കിൽ ഇഷ്ടംപോലെ പ്ലാന്റ്സ് എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ സ്ഥലമില്ല, അതാണ് ഈ പ്രശ്നം. ഒച്ചാണ് കേട്ടോ ഈ ലീഫെല്ലാം തിന്ന് നശിപ്പിക്കുന്നത്. ദാ ഇവിടെ ഒരു ഒച്ചിരിക്കുന്നത് കണ്ട അതിലേക്ക് എടുത്ത് ഒച്ചാണോ തിന്നുന്നത്? ബോഗൺവില്ലയാണ് തിന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാ പ്ലാന്റ്സും കഴിക്കും അതൊക്കെ. ഇവിടെ ഇത് 2-3 ദിവസമായി കേട്ടോ. ഇവിടെയൊക്കെ തൂത്തിട്ട് അടിച്ചൊക്കെ വാരിയിട്ട് എല്ലായിടത്തും മണ്ണും ചവറുമായിട്ടൊക്കെ കിടപ്പുണ്ട് കണ്ട. ഒക്കെ
നമുക്കൊന്ന് വയ്യാതായി പോയാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണല്ലേ. എല്ലാം തകിടം മറിയും. പിന്നെ മഴയും കൂടെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ ഞാൻ മതിലിൽ കുറേയൊക്കെ ഇരുന്ന് കേട്ടോ. മതിലിൽ കുറച്ചിരുന്നിട്ട് അത് നീറ്റായിട്ട് വളരാത്തതുകൊണ്ട് ഞാൻ ബോഗൺവില്ലയൊക്കെ കട്ട് ചെയ്ത് വേറെ ഒരെണ്ണത്തിലൊക്കെ വെച്ചത്. ആ ബാക്കിലോട്ടൊന്നും ഒരു സ്ഥലവും ഇല്ല കേട്ടോ. ഇനി ഒന്നും വയ്ക്കാനോ ഒന്നിനും ഒരു സ്ഥലവും ഇല്ല. ഇനി ഈ മതിലും കൂടെ കുറച്ച് ഭാഗവും കൂടെ ഉള്ളു ഫില്ല് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ ഈ റോസൊക്കെ ഒന്നുകൂടെയൊക്കെ കട്ട് ചെയ്ത് നിർത്തി. ഈ ബോഗൺവില്ല കട്ട് ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി 1-2 ബ്രാഞ്ചസ് കൂടെ ഉണ്ട് കട്ട് ചെയ്ത് നിർത്താനായിട്ട്. അങ്ങനെ മതിലിൽ ഇപ്പോൾ ഞാൻ കുറച്ചേ വച്ചിട്ടുള്ളൂ. ഒന്ന് കാറ്റ് കയറാൻ കണക്കാക്കിയൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒച്ചായിരിക്കല്ലേ കഴിക്കുന്നത്. നല്ലൊരു മണി പ്ലാന്റ് അല്ലേ. എനിക്ക് ഇതിൻ്റെ നിന്ന് കൂടുതൽ പേരുകളൊന്നും ഇല്ല. പോത്തോസ് ആണെന്ന് തോന്നുന്നു. ഇത് വേറൊരു വെറൈറ്റി. പിന്നെ ഇത് സിങ്കോണിയ അല്ലേ. ഇതും കട്ട് ചെയ്ത് ഇതിലെല്ലാം വേരുണ്ട്. പക്ഷെ കട്ട് ചെയ്ത് പല ചട്ടികളിൽ വെച്ചാൽ നമുക്ക് സെയിൽ ചെയ്യാൻ ഈസിയാണ്. അതുപോലെ തന്നെ ഇതൊരു സിങ്കോണിയല്ലേ. ഇതും ചെറിയ കവറുകളിലൊക്കെ വച്ച് കവറ് എല്ലാം വാങ്ങാൻ പറ്റും. വാങ്ങിയിട്ട് ഞാൻ എവിടെ വയ്ക്കും എന്നുള്ള ഒരു വല്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് വയ്ക്കാനും പറ്റുന്നില്ല. സ്ഥലമില്ലാത്തതാണ് ഏറ്റവും പ്രശ്നം. ഈ മതിലിൽ വെച്ചാലുണ്ടല്ലോ താഴെ നിന്നുള്ള ആ പന്നൽ ചെടിയെല്ലാം കയറി ഈ ചെടിച്ചട്ടിയിൽ കൂടെ കയറി അതൊരു മെനക്കേടാണ്. അതെല്ലാം എടുത്ത് കളയുക എന്നുള്ളത് എപ്പോഴും. അതിങ്ങനെ ആ ചെടിയിൽ കൂടെ കയറി ഒത്തിരി അങ്ങ് പിടിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. മഴ അല്പം ഒന്ന് കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുത്തത്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ അപ്ഡേഷൻ കാണിക്കണമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തതിന് ഒരു ബലമില്ലാതാവൂലേ. എനിക്കിനി പനിയെല്ലാം കുറഞ്ഞതിന് ശേഷം ഞാൻ കുറേ കവറ് ഗ്രോ ബാഗ് ചെറുതൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അതിൽ വാങ്ങി വെച്ച് കുറച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കണം. പിന്നെ കുറേ പോട്ടുകൾ വാങ്ങിയിട്ട് ഇതുപോലെ കലാത്തിയോ വേറെ ഉള്ള പ്ലാന്റ്സ് എല്ലാം ഒന്നുകൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതെല്ലാം ദൈവം സഹായിച്ച് അതെല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്. ഇതെല്ലാം റിപ്പോർട്ട് ചെയ്ത് കുറേശ്ശെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലവറാണിത്. പക്ഷേ എനിക്ക് വയ്ക്കാനൊന്നും ഒരു സ്ഥലമില്ല. അതാണ് കുറച്ച് തൂക്കിയിടാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഓർക്കിഡ് തൂക്കിയിട്ടുണ്ട്. പിന്നെ ഷീറ്റ് ഉള്ളിടത്ത് തൂക്കിയിടാം. പക്ഷേ അതൊക്കെ പിന്നെ നമുക്ക് ഓട്ടോയൊക്കെ കൊണ്ട് കയറുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇപ്പം ഫുള്ളും ചെടിയായി. ടെറസിൻ്റെ മുകളിൽ തുണി അലക്കിയിട്ട് വിരിക്കാൻ പോലും സ്ഥലമില്ല. താഴെ ഇനി ഒരു വണ്ടി കൊണ്ട് കയറ്റാനുള്ള സ്ഥലവും കൂടെ ഇല്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ. ഇനിയും ഒത്തിരി കൂടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ട് എനിക്ക് വീഡിയോസൊക്കെ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.